ലേഖ തരൂർ കാണുന്നത് എന്ന് പറഞ്ഞ ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ലേഖ തരൂർ എന്നാണ്. ഞാൻ ഇതുവരെയും ഒരു സസ്പെൻസ് ത്രില്ലർ പോലത്തെ സിനിമ ചെയ്തിട്ടില്ല. അപ്പം ഇത് ഒരു കൈൻഡ് ഓഫ് എ സസ്പെൻസ് ത്രില്ലറാണ് എന്ന് പറയാം. അതിന് ഒരു എന്താ പറയുക, ശരിക്കും ഒരു അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയാണ് അല്ലെ ഫാൻറ്റസി ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു തിൻ ലൈൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫാൻറ്റസി ഉണ്ടല്ലോ, അങ്ങനൊരു ഒരു സിനിമ. അതായത് ഇതിനെ ശരിക്കും ഇങ്ങനൊരു കാറ്റഗറി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെ നമുക്ക് അതിനകത്ത് ഫാമിലി വരുന്നുണ്ട്, ഫാമിലി റിലേഷൻഷിപ്സ് വരുന്നുണ്ട്. പിന്നെ സോ അതിനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് കുട്ടികൾക്കത് ഒത്തിരി ഇഷ്ടപ്പെടും. ബിക്കോസ് ഇത് ഇച്ചിരി എന്താ പറയുക, ത്രില്ലിംഗ് ആയിട്ടുള്ള ചില ഇൻസിഡൻസ് ഉണ്ട് ഈ സിനിമയിൽ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോകും. ബിക്കോസ് ഇതിൽ ഒത്തിരി സ്പെഷ്യൽ ഇഫക്ട്സ് ഒക്കെ ഉണ്ട്. ഇതിലെ ഷോർട്സാണ് ഏറ്റവും എന്താ പറയുക മികവുറ്റതായിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഞാൻ ഇന്നവരെ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഞാൻ കൂടുതൽ എന്താ പറയുക വെരി ക്ലോസ് ടു റിയാലിറ്റിയിലുള്ള കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ. സോ ഇത് അത്ര വെരി ക്ലോസ് ടു റിയാലിറ്റി അല്ല. ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല രസമായിട്ടുള്ള വെരി ഡിഫറെൻ്റായിട്ടും എന്താ പറയുക, ധൈര്യമായിട്ട് പറയാം. ഇത് എല്ലാവരും പറയുന്നതിൽ വെരി ഡിഫറെൻ്റ് അല്ല, ശരിക്കും എന്താ പറയുക വെരി ഡിഫറെൻ്റ് തന്നെയാണ്. പിന്നെ ഷാജിയം എന്ന് പറഞ്ഞ സംവിധായകൻ കുറേ നാളുകൾ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി റിസർച്ചൊക്കെ ചെയ്ത് എന്താ പറയുക നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി കുറേ വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ക്യാമറമാൻ, അദ്ദേഹം US നിന്ന് വന്ന ഒരു ക്യാമറമാനാണ്. സോ ഇതിൻ്റെ എന്താ പറയുക പ്രൊഡ്യൂസർ ഒരു രീതിയിലും ഇതിൽ കോംപ്രമൈസ് ചെയ്യാണ്ട് ഇതിന് ബെസ്റ്റ് ക്വാളിറ്റി തരാൻ വേണ്ടിയിട്ട് ഒത്തിരി എന്താ പറയുക കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വിഷ്വൽസൊക്കെ ഭയങ്കര രസമാണ്, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വിഷ്വൽസാണ്. പിന്നെ ഒരു നല്ലൊരു പാക്കേജ് ആയിരിക്കും ഈ മൂവി, ഒരു എൻ്റർടൈനർ ആയിരിക്കും. അതാ പറഞ്ഞാൽ കുട്ടികൾക്ക് എസ്പെഷ്യലി ഇത് ഇഷ്ടപ്പെടും. എനിക്കും എൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടം. അതായത് ഇത് സ്കെയറി മൂവി ആണെന്നും പറയാൻ പറ്റില്ല, അല്ല എന്നും പറയാൻ പറ്റില്ല. ഇത് റിയാലിറ്റി ആണോ ഫാൻറ്റസി ആണോ എന്നും പറയാൻ പറ്റില്ല. ഒരു ത്രില്ലറാണ്, എല്ലാം ഉണ്ട്, എല്ലാത്തിൻ്റെ മിക്സ്ചറാണ്. അപ്പോൾ പേടിപ്പിച്ചേക്കാം, അതായത് ചില സീൻസൊക്കെ ഒന്ന് പേടി തോന്നും. അതുകൊണ്ടായിരിക്കും എന്താ പറയുക കുട്ടികളൊക്കെ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു എന്താ പറയുക, എന്നാൽ ഇതിനെ ഹൊറർ മൂവി എന്ന് അങ്ങനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഇതൊരു എന്താ പറയുക ഭയങ്കര സസ്പെൻസ് ഉണ്ട്, എന്താണ് സംഭവിക്കുന്ന എന്താ പറയുക ഇതിൻ്റെ വേറെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാട്ടെന്ന് വെച്ചാൽ, ഞാൻ ഈ പടത്തിൽ ഒരു മേജർ പോർഷൻ ബ്ലൈൻഡ് ഗേളാണ്. പിന്നെ കാഴ്ച തിരിച്ചു കിട്ടുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ബ്ലൈൻഡായിട്ടുള്ളൊരു കുട്ടിക്ക് കാഴ്ച കിട്ടുമ്പോൾ കാണുന്ന ചില സംഭവങ്ങൾ, അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഇന്നേവരെ ആരും അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാഴ്ചകൾ. പിന്നെ അതിൻ്റെ കാരണം തേടി പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോഴും ഭയങ്കര രസമാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ. ഈ സിനിമ അഭിനയിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റിയിട്ടില്ല. ബിക്കോസ് ഇതൊരു റിയാലിറ്റി കൂടെ പോകുന്നൊരു സിനിമയല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും പറയാൻ പറ്റണില്ല. ഇത് വേറൊരു ഇപ്പം നമ്മൾ പറയില്ലേ ഈ സയൻസ് ഫിക്ഷൻ എന്നൊക്കെ പറയില്ലേ, സയൻസ് ഫിക്ഷൻ മൂവീസ് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ചില കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടതായിരിക്കാം. ഇതെന്ന് വെച്ചാൽ ഒരു പോർഷൻ മാത്രം, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഈ കുട്ടിയുടെ സിസ്റ്ററുമായിട്ടുള്ളൊരു ബന്ധം, ഈ ലേഖ തരൂറിൻ്റെ ഫാമിലിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ അതൊരു എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു പോർഷനാണ്. അല്ലാത്തത് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ചില മൂവീസൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളത് അങ്ങനെ എനിക്ക് ശരിക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലൊരു പോർഷൻ, അതായത് ഈ കുട്ടിയുടെ ലേഖ തരൂറിൻ്റെ സിസ്റ്ററുമായിട്ടുള്ളൊരു ബന്ധം, ലേഖ തരൂറിൻ്റെ നഷ്ടപ്പെട്ടു പോയ പേരൻസ്, ആ ഫാമിലി സൈഡൊക്കെ വരുമ്പം ഭയങ്കരമായിട്ട് എനിക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന പോർഷനാണ്. നല്ലൊരു ഫാമിലി റിലേഷൻഷിപ്പ് പറയുന്ന ഒരു കഥയാണ്. അത് വെച്ചിട്ട് ഈ കുട്ടിക്ക് കാഴ്ച കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ചില സംഭവങ്ങൾ, അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷൻ.
പിന്നെ ഇതിൻ്റെ ഏറ്റവും വേറൊരു പ്രത്യേകത ഈ പടത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതിലൊത്തിരി കൊച്ചു കുട്ടികൾ വന്നിട്ടുണ്ട് അഭിനയിക്കാൻ, ക്യൂട്ടായിട്ട് അഭിനയിക്കുന്ന പുതിയ കലാകാരി. ഐ മീൻ ഒരു മോനുണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു കൊച്ചു മോളുണ്ട്, ആ മോള് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്താ പറയുക, പുതിയ പുതിയ ക്യാരക്ടേഴ്സ്. ആൻഡ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും ഈ പടത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിനും ഓരോ കൈൻഡ് ഓഫ് ഫേസ് ആണുള്ളത്. അതായത് ഈ പടത്തിൽ ഒരു ക്യാൻസർ ബാധിച്ചൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു എന്താ പറയുക, നമ്മളെ ശരിക്കും വിഷമിപ്പിക്കും, സങ്കടപ്പെടുത്തും. ആ കുട്ടിക്ക് ക്യാൻസറുണ്ട്, പിന്നെ അതിൻ്റെ ഫേസിനൊരു പ്രത്യേക ഒരു ഓമനത്വമുണ്ട്. അതേപോലെ ഈ പടത്തിലൊരു മോനുണ്ട്. ആ മോന് ഒരു അത് പറഞ്ഞാൽ അതിൻ്റെ ത്രില്ല് പോവും, പടത്തിൻ്റെ സസ്പെൻസ് പോവും. ആ മോന് ഭയങ്കര ഒരു പെക്യൂലിയർ കൈൻഡ് ഓഫ് ലുക്കുള്ളൊരു മോനാണ്, ചെറിയ മോനാണ്. അവനൊരു 9 വയസ്സേ ഉള്ളൂ, 9-8 വയസ്സേ ഉള്ളൂ. സോ അതേപോലെ തന്നെ പല പല ക്യാരക്ടേഴ്സ് നമ്മൾ ലൈഫിൽ, ഞാൻ പറയാം, നമ്മൾ ചിലപ്പോൾ ഈ ഡ്രീമിലൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ അല്ല ഡ്രീമിലോ അല്ല നമ്മുടെ വിയേർഡായിട്ടുള്ള തോട്ട്സിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മൾ കൽപ്പനയിലൊക്കെ ഇങ്ങനെ വരില്ലേ, അങ്ങനെ ചില ഫേസസാണ് ഈ പടത്തിലെ ഓരോ കഥാപാത്രങ്ങളുടെ ഫേസ്. ഇറ്റ്സ് വെരി പെക്യൂലിയർ. അതായത് നമ്മൾ എന്നും കാണുന്നല്ലാതെ പ്രത്യേകതയുള്ള മുഖങ്ങൾ, കൊച്ചുകുട്ടികളായാലും മറ്റു കഥാപാത്രങ്ങൾ ചെയ്തവരായാലും കുറേ പുതുമുഖങ്ങൾ, കൊച്ചു കൂട്ടുകാർ ഈ പടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഷാജിയ. അപ്പോൾ അത് ആവശ്യമാണ്. ബിക്കോസ് ആ കഥാപാത്രമായിട്ട് തോന്നിക്കും, ഓരോ ആ കുട്ടീനെ കാണുമ്പോൾ ആ ക്യാരക്ടറായിട്ട് തോന്നിക്കും.